എസ്എഫ്ഐയുടെ പ്രതിഷേധ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് കാലിക്കറ്റ് സർവകലാശാല. ഇന്നലെ ഗവർണർ ഗസ്റ്റ് ഹൌസിലെത്തുമ്പോൾ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധമാണ് എസ്എഫ്ഐ സംഘടിപ്പിച്ചത്. ഇന്ന് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് തിരിക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായേക്കും. വാഹനം തടഞ്ഞാൽ പുറത്തിറങ്ങുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അരുൺ പാറയ്ക്കലും മിഥില ബാലനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കലിലേക്ക് ആദ്യം നമുക്ക് പോകാം എന്ന് തോന്നുന്നു. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന പ്രതിഷേധങ്ങൾ, അതിനോടുള്ള ഗവർണറുടെ ഒരു നിലപാടുകൾ, ഇതൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ സുരക്ഷ അത് ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാകും ഇന്നത്തെയും ലക്ഷ്യം. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഏതെല്ലാം രീതിയിലാണ് അവിടെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളുള്ളത്, സുരക്ഷാ ക്രമീകരണങ്ങളുള്ളത്? ക്രിസ്റ്റീന, ഗവർണറെ ഒരു കാരണവശാലും ക്യാമ്പസിനകത്ത് കാലുകുത്തിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു കഴിഞ്ഞ ദിവസം എസ്എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയൊരു സുരക്ഷാ വിന്യാസം പോലീസ് ഇവിടെ നടത്തി. ഇതിനെ തുടർന്ന് ഗവർണർ ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി ഈ ക്യാമ്പസിനകത്തെത്തി. ഇപ്പോഴും ഗവർണർ ഈ ഗസ്റ്റ് ഹൗസിലെ 1 നമ്പർ മുറിയിലെ VIP മുറിയിലാണ് ഉള്ളത്. മലപ്പുറം SP എച്ച് ശശിധരൻ നേരിട്ട് ഇവിടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇവിടെ തന്നെ ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 200-ലധികം പോലീസുകാരെയാണ് സുരക്ഷാ വിന്യാസത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. സർവകലാശാലയ്ക്ക് അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശനങ്ങളൊക്കെ തന്നെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അവരുടെ വാഹനങ്ങൾ കടക്കുന്നതുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പരിശോധന പോലീസ് ഇവിടെ നടത്തുന്നുണ്ട്. SFIയുടെ പ്രവർത്തകർ ഈ ക്യാമ്പസിന്, ഈ ഒരു ഗസ്റ്റ് ഹൗസിന് തൊട്ടുപുറകിലാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലുള്ളത്. ആ ഹോസ്റ്റലിൽ നിന്ന് പോലും ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ SFIയുടെ പ്രവർത്തകർ അവിടെ നിന്ന് കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ളവയുമായി ഈ ഒരു ഗസ്റ്റ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലേഡീസ് ഹോസ്റ്റലിൽ നിന്നുള്ള വഴി ഈ ഗസ്റ്റ് ഹൗസിന് തൊട്ട് അരികിൽ കൂടിയാണ് പോകുന്നത്. ആ പ്രവേശനമൊക്കെ തന്നെ നിലവിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. SP നേരിട്ട് തന്നെ സ്ഥിതിഗതികൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ സർവകലാശാലയ്ക്ക് അകത്തുള്ളത്. ഇന്നലെ രാത്രി SP ഉണ്ട്, 2 DYSPമാരുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഈ ക്യാമ്പസിനകത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. 200-ലധികം പോലീസുകാരെ സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ഗവർണർ ഈ ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങും. കോഴിക്കോട് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിനായി പോകും. എന്തായാലും ആ സമയത്ത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFIയുടെ കോഴിക്കോട്, മലപ്പുറം ജില്ലാ കമ്മിറ്റികളാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത്. സംസ്ഥാന നേതൃത്വം ഈ ക്യാമ്പസിനകത്തും പുറത്തുമായി, അതായത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും തമ്പടിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി PM മാർഷോ നേരിട്ട് തന്നെ ഈ ക്യാമ്പസിനകത്തെത്തി, അതായത് തലേ ദിവസം തന്നെ എത്തി പ്രതിഷേധങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതിൻ്റെ ഫലമായാണ് ഇന്നലെ ശക്തമായ പ്രതിഷേധം SFIക്ക് ഉയർത്താനായത്. എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഗവർണർ ഈ ക്യാമ്പസിനകത്തേക്ക് നിലവിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ ഇവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് 11 മണിയോടുകൂടി പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് റോഡ് മാർഗമാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. ആ സമയത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും. പലയിടങ്ങളിലും കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്നാണ് SFI നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിനെ ചെറുക്കുന്നതിന് വേണ്ടി പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി, മിഥില ബാലൻ കൂടി ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥില, വെരി ഗുഡ് മോർണിംഗ്. ഗവർണർ എന്നൊരു സ്വകാര്യ ചടങ്ങിൽ, ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. സാധാരണ മറ്റ് ഔദ്യോഗിക ചടങ്ങുകൾക്കൊക്കെ കനത്ത സുരക്ഷ ഒരുക്കുക എന്നൊക്കെ പറയുന്നത് താരതമ്യേന എളുപ്പമാണ്. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങിലൊക്കെ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 11:10 ഗവർണർ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിക്കുന്നത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാരമാണ് കോഴിക്കോട് ട്രേഡ് സെന്ററിൽ നടക്കുക.
നിലവിലെ സാഹചര്യത്തിൽ SFI പ്രവർത്തകരുമായി, അതായത് കോഴിക്കോട് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ കോഴിക്കോട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനായി അവർ പറയുന്ന ഒരു കാര്യം എന്നത് സ്വകാര്യ ചടങ്ങാണ്. മാത്രമല്ല, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് സമുന്നതനായ നേതാവാണ്, ലീഗിന്റെ ഒരു നേതാവാണ്. ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ സൽക്കാരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണിത്. ഒരുപാട് VIP-കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ ഒരു പരിപാടിക്കാണ് ഗവർണർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് എത്തുന്ന ഗവർണർക്കു നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഒരു സമരത്തെയെല്ലാം പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ട്. എന്നിരുന്നാൽ പോലും പ്രതിഷേധ സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകര മുതൽ ഈ ട്രേഡ് സെന്റർ, വിവാഹ സൽക്കാരം നടക്കുന്ന ട്രേഡ് സെന്റർ വരെ കനത്ത സുരക്ഷ തന്നെയാണ് ഗവർണർക്കായി ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് DCP അനൂജ് പള്ളിവാളിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം തന്നെ 300ഓളം പോലീസിനെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഏതെങ്കിലും കൂടുതൽ മറ്റെന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ, പ്രതിഷേധം കൂടുതൽ കനക്കുകയോ മറ്റെന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിലോ കൂടുതൽ പോലീസിനെ രംഗത്തിറക്കാനുള്ള ഒരു സ്ഥിതിയും ഒരു സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ SFI നേതൃത്വമാണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ ഈ നിമിഷം വരെ നമ്മൾ SFI ജില്ലാ നേതൃത്വവുമായി, കോഴിക്കോട്ടെ ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നാൽ ഒരു പ്രതിഷേധം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയത്. അതേസമയം തന്നെ ഈ വിവാഹ സൽക്കാരം കഴിഞ്ഞ് ഗവർണർ തിരികെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ വഴിമധ്യേ പ്രതിഷേധം നടത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. 1 മണിക്കൂർ നേരമായിരിക്കും ഗവർണർ കോഴിക്കോട് ഉണ്ടാവുക. ക്രിസ്റ്റീന. ശരി, മിഥിലയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.